മിനിറ്റ് കൊണ്ട് സന്തോഷം. ഹോർലിക്സ് പ്രോമൈൻഡ് ബുദ്ധിശക്തിക്ക് വേണം ശരിയായ പോഷണം. കുർക്കുറയുടെ എക്സ്ട്രാ ലാർജ് സൂപ്പർ സേവർ പാക്ക്. ബ്രാഹ്മിൺസ് മുളക് പൊടി. ഇനി പരിശുദ്ധി ഒരു ദിനചര്യയാക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര സംരക്ഷണ ശൃംഖല വാസൻ ഐ കെയർ ഹോസ്പിറ്റൽ. ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ അവതരിപ്പിക്കുന്നു കുങ്കുമപ്പൂവ്. പവേർഡ് ബൈ ഫ്രാൻസിസ് ആലുക്കാസ്. ഇനി പരിസരം മറന്ന് പരിസരവാസികളെ മറന്ന് സഞ്ചരിക്കില്ല എന്ന് വാക്ക് തരാറുണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക്. പാലിക്കാൻ കഴിയാത്ത വാക്ക്. അമ്മ മാറില്ലച്ചാ, മാറാൻ അമ്മയ്ക്ക് കഴിയില്ല. അങ്ങനെ ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മയെ അങ്ങ് വെറുതെ വിട്ടേക്കണം. സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ആവശ്യം, കൂച്ചുവിലങ്ങല്ല. എങ്കിലമ്മ തൽക്കാലം ഏതെങ്കിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നതായിരിക്കും നല്ലത്, നമുക്കും അമ്മയ്ക്കും. നീ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? അമ്മയെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയാത്ത മകന് അമ്മ മാറി താമസിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയോ? അമ്മയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നി തുടങ്ങിയോ? ഇന്നത്തെ അമ്മയെ കണ്ടില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഏതു നേരം ഏതോ ലോകത്ത് ജീവിക്കുന്ന അമ്മയെ എന്തിനാ അച്ഛാ ഞാൻ നിത്യേന കാണുന്നത്? അത്തരം രംഗങ്ങൾ കണ്ട് സ്വയം വേദനിക്കാനോ? മുന്നിൽ നിൽക്കുന്നവരെ പോലും അമ്മ ചില നേരത്ത് ശ്രദ്ധിക്കാറില്ല. ഇപ്പതേ ആ ജിതനെ എവിടെ വെച്ച് കണ്ടേണ്ട ആവശ്യത്തില്ല അമ്മ. ഇനിയിപ്പോ ശാലിനിയുടെ വിഷയം പറഞ്ഞ് ശല്യം തുടങ്ങും. ആകെ ഒരു മരവിപ്പായി ജീവിതം. അച്ഛൻ അടുത്തുണ്ടായതുകൊണ്ടാ. ഇല്ലെങ്കിൽ പോയനെ, വീടും നാടും ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും അങ്ങ് പോയനെ. കുട്ടികളെ, നിങ്ങളെ ഗുണ്ടാ പ്രൊഫസർ എത്തി. എന്താടോ താൻ എന്നെ വിശേഷിപ്പിച്ചത്? ഗുണ്ടാ പ്രൊഫസർ എന്നോ? അതേടോ, അത്യാവശ്യമെങ്കിൽ ഗുണ്ടായിസം കാണിക്കാനും എനിക്കറിയാം. തന്നെ പോലുള്ള ക്ഷുദ്ര കീടങ്ങൾ ഒതുക്കാൻ ചിലപ്പോൾ അതൊക്കെ വേണ്ടിവരും. കുട്ടികളോട് പോലും അധ്യാപകരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന തന്നെ പോലെ സ്റ്റാഫിന്റെ നാവരിയ വേണ്ടത്. മിണ്ടാൻ അവകാശമില്ലാത്തവന് എന്തിനാടോ നാക്ക്? 4-5 കൊല്ലം മുമ്പ് മാതൃകാ അധ്യാപകർക്കുള്ള അവാർഡ് വാങ്ങിയ ആളാ ജയന്തി സാറ്. അന്നൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കും കോളേജ് സ്റ്റാഫിനൊക്കെ എന്തൊരു ബഹുമാനായിരുന്നു സാറിനോട്. സാറിന്റെ നിഴല് കണ്ട കുട്ടികൾ ഓരം ചേർന്ന് നടക്കായിരുന്നു. എന്നാൽ ഇപ്പോഴതാണോ സ്ഥിതി? അല്ല, ആർക്കെങ്കിലും സാറിനോട് ഇപ്പൊ ആ പഴയ ബഹുമാനം ആദരവ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാതാക്കിയത് ആരാടോ? എന്നെ ഈ ക്യാമ്പസിനകത്ത് ഒറ്റപ്പെടുത്തിയത് ആരാ? ആരാന്ന്? എന്റെ വീട്ടിലെ രഹസ്യങ്ങൾ പോലും കോളേജിനകത്ത് വന്ന് വിളമ്പി വിദ്യ അഭ്യസിക്കാൻ വരുന്ന കുട്ടികളിൽ പോലും വെറുപ്പും വിദ്വേഷം വളർത്തുന്നത് താനാ. താൻ ഒറ്റ ഒരുത്തനാ. എന്നിട്ട് വീണ്ടും തന്റെ നാവിൽ നിന്ന് നായ്ക്കൾക്ക് പോലും കലിയിളക്കുന്ന വാക്കുകൾ പുറത്തു വന്ന ഗുണ്ടായിസ എടുക്കൂടോ? ഞാൻ ഈ കോളേജിന്റെ പുറത്തു പോകേണ്ടി വന്നാലും ശരി, അന്ന് തന്നതിന്റെ ബാക്കി തനിക്ക് ഇരട്ടിയായി തിരിച്ചു തരും, പരസ്യമായി തന്നെ. അതുകൊണ്ട് എന്നെ കാണുമ്പോ വായും പൂട്ടി നടന്നോ താൻ. എന്നെ മറന്ന് ജീവിച്ചോ. നിന്നെ ഓർക്കാൻ ഞാൻ ആരടി? നിന്റെ കാമുകനോ?
അവളൊരു തിളപ്പ് കണ്ടില്ലേ, കരിയോയില് മുക്കി താത്തണം അവളെ. എന്താ സാറേ, ക്ലാസ്സിലൊന്നും പോകുന്നില്ലേ? കുട്ടികൾക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കൊടുത്തിട്ട് പോകുന്നു. പഠിപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതിന്റെ പരാതി ഒരുപാട് ഉയർന്നു കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഹാഫ് ഡേ ലീവ് എടുക്കുക. വെറുതെ പേരുദോഷം കേൾപ്പിക്കുന്നതിലും നല്ലത് അത് തന്നെ. ശരിക്കും സാറിന് എന്താ സംഭവിച്ചത്? ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് സമയദോഷം കാഹളം മുഴക്കി എത്തുമല്ലോ. അങ്ങനെ ഒരു സമയത്തിലൂടെ കടന്നു പോവാ ഞാനിപ്പോ. ചുറ്റിനും ശത്രുക്കളുടെ എണ്ണം പെരുകുന്നതല്ലാതെ ആർക്കും എന്റെ ഭാഗത്തെ ശരികൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്നർത്ഥം. പിന്നാലെ ചുറ്റി തിരിയ കരുന്തുകള്. അതിന് സാറ് ലൈബ്രറിയിലേക്കാ വരുന്നത് ഞാൻ അറിഞ്ഞോ? എന്റെ പൊന്നു സാറേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. അധികം വൈകാതെ അവർക്ക് വാശിയും വൈരാഗ്യവും തലക്ക് പിടിച്ച് ഭ്രാന്താവും. ആ തവണ വെച്ച് ഇങ്ങോട്ട് നോക്ക്. സത്യം പറയാലോ, നാട്ടുകാരും വീട്ടുകാരും ഒന്നുപോലെ പറയണതേ ഇവരുടെ ഭർത്താവ് പ്രഭാകരമേനോൻ എന്ന നല്ല മനുഷ്യനെ അറ്റാക്ക് വന്ന് ആശുപത്രിയിലായത് ഇവര് കാരണാണെന്നാ. എന്ന് വെച്ചാ ആണുങ്ങളുടെ ചങ്ക് മാന്തി പറിക്കണതുമാതിരിയല്ലേ ഇവരുടെ പെരുമാറ്റം. അവർക്ക് എന്തൊക്കെയോ പുറത്തു പറയാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളുടെ സത്യശീല. അതാ വൈകാതെ അവരുടെ മാനസിക നില തെറ്റുമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഓ ശരിമോ, കലികാലത്തെ കലിയാണ് ആ സ്ത്രീ. അവർക്ക് മാത്രം ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവരാരും ജീവിക്കരുതെന്നാ അവരുടെ മനോഭാവം. താൻ എന്തിനാ ഏതു നേരം അവരെ ഇങ്ങനെ പഴി പറഞ്ഞു നടക്കുന്നത്, ശല്യം ചെയ്യുന്നത്? ഇപ്പൊ എങ്ങനെയായോ? ഇനി മുതൽ ഞാൻ ഇവനെ ശല്യം ചെയ്യാം. ഇനി ഇവര് തമ്മിൽ അടുപ്പത്തിലായോ? ആരുമില്ലാത്ത നേരം നോക്കി ലൈബ്രറിയിൽ വരിക, കൊച്ചു വർത്തമാനങ്ങൾ പറയാ. കഥയുണ്ടാക്കാൻ സമയമായി ഇതാ തോന്നുന്നത്.